ഉന്നാവോ ജില്ലയിലെ ഒരു സ്കൂളിലെ ക്ലാസ് ടീച്ചറോട് 8ാം തരത്തിലെ ഇംഗ്ലീഷ് പാഠപുസ്തകം വായിക്കാൻ ആവശ്യപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ ഞെട്ടിപ്പോയി. പിന്നെയല്ലേ നമ്മൾ. ഇതാ കണ്ടോളൂ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ആ ഗുരുനാഥയുടെ പ്രകടനം. She should be suspended immediately. इसको पढ़ने थे क्या भाई बच्चों को? Even teacher, she can't read. She can't read English. സ്കൂളിൽ സന്ദർശനത്തിനെത്തിയ ജില്ലാ മജിസ്ട്രേറ്റ് ദേവേന്ദ്രകുമാർ പാണ്ഡെ കുട്ടികളുടെ പഠന നിലവാരം പരിശോധിക്കുകയായിരുന്നു. അദ്ദേഹം അവരോടൊപ്പം ഇരുന്ന് ഒരു പാഠഭാഗം അവരെ കൊണ്ട് വായിപ്പിച്ചു. എന്നാൽ അവർക്ക് അതിന് സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹം അധ്യാപികയെ വിളിച്ചുവരുത്തി ആ ഭാഗം ഒന്ന് വായിക്കാൻ ആവശ്യപ്പെട്ടു. അവർക്ക് അത്ര പോലും അത് വായിക്കാനാവുന്നില്ല. തപ്പിത്തടഞ്ഞ് ഓരോ വാക്കും അക്ഷരങ്ങളുമായി ആ അധ്യാപിക പാഠപുസ്തകം വായിക്കുന്നത് കേട്ടപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് തരിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. ഇവർക്കിത് വായിക്കാൻ സാധിക്കുന്നില്ല. ഇവർ അധ്യാപികയല്ലേ എന്ന് പ്രധാന അധ്യാപകനോട് പരുഷമായി മജിസ്ട്രേറ്റ് ചോദിക്കുന്നതും വീഡിയോയിലുണ്ട്. വാർത്താ ഏജൻസിയായ ANA ആണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. ഉത്തർപ്രദേശിൽ സ്കൂൾ ടീച്ചർ ആവാനുള്ള യോഗ്യത എന്താണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഉത്തർപ്രദേശിലെ പള്ളിക്കൂട വിശേഷവും ഇവിടെ തീരുന്നില്ല. 81 കുട്ടികൾക്ക് 1 ലിറ്റർ പാലിൽ വെള്ളം ചേർത്ത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്ത വാർത്ത 4 ദിവസം മുമ്പാണ് പുറത്തുവന്നത്. അതിനു പിന്നാലെയാണ് ഈ വീഡിയോ പുറത്തെത്തിയിരിക്കുന്നത്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവശ്യ പോഷകങ്ങൾ ഉൾപ്പെടുത്തി ഉച്ചഭക്ഷണം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയും ഫണ്ടും നിലനിൽക്കെ UPയിലെ മിസാർപൂരിൽ കുട്ടികൾ ഉച്ചയ്ക്ക് സ്കൂൾ വരാന്തയിലിരുന്ന് ഉപ്പ് മാത്രം കൂട്ടി ചപ്പാത്തി തിന്ന് വിശപ്പടക്കുന്ന ദൃശ്യങ്ങളും വാർത്തയും കഴിഞ്ഞ ആഗസ്റ്റിൽ പ്രചരിച്ചത് വൻ വിവാദമായിരുന്നു. UPയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പരീക്ഷയ്ക്ക് കോപ്പിയടി വിലക്കിയതിനെ തുടർന്ന് 165 സ്കൂളുകളിലെ കുട്ടികളിൽ ഒരാൾ പോലും ജയിക്കാതിരുന്നതും 388 സ്കൂളുകളിലെ വിജയശതമാനം വെറും 20%